ഹലോ, ഇന്ന് ഞാൻ എൻ്റെ ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല കേളി ആയിട്ടുള്ള ഹെയറാണ്. ഞാനൊരു 2022 ഓൺവേർഡ്സ് ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ബ്ലോ ഡ്രൈ, അതുപോലെ തന്നെ കെരാട്ടിൻ, അങ്ങനെ പല ട്രീറ്റ്മെൻറ്റും. ഫൈനലി മുടി മുടി ചാകാറൊന്നും ആയില്ല. എൻ്റെ മുടി അത്യാവശ്യം ഹെൽത്തിയാണ്. ഞാൻ അതുപോലെ കെയർ ചെയ്യുന്നതുകൊണ്ട് ഹെൽത്തിയാണ്. ചാകാറാകില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴത്തേക്കിനാണ് ഞാൻ ബൊട്ടോക്സ് ചെയ്യാം. കുറേ അധികം ആൾക്കാർ എനിക്ക് സജസ്റ്റ് ചെയ്തത് ബൊട്ടോക്സാണ്. അതായത് 60 വാഷിന് ശേഷം ഈ റൂട്ടും നമ്മൾ ഓൾറെഡി ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഹെയറും തമ്മിൽ വ്യത്യാസമില്ലാതെ ഒരുപോലെ കിടക്കും എന്നുള്ളൊരു ഒരു പ്രോമിസ് അവരെനിക്ക് തന്നതുകൊണ്ട് ഞാൻ ചെയ്തൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ ബൊട്ടോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സലൂണിലെ സ്റ്റൈലിസ്റ്റ് എനിക്ക് പറഞ്ഞു തരുകയാണ് എങ്ങനെയാണ് ഹെയർ ബൊട്ടോക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഹെയർ ഉണ്ടാകുക എന്നുള്ള കാര്യം. ടിപ്പിക്കൽ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടില്ല. അതായത് ഒരു മീഡിയം സ്ട്രെയിറ്റ് 60 വാഷ് കഴിയുമ്പോഴത്തേക്കിനും ബാക്ക് ടു നോർമൽ ആകുമെന്ന് എന്നോട് പറഞ്ഞു. സോ ആദ്യമേ അവർ എൻ്റെ ഹെയർ അഴിച്ച് വാഷ് ചെയ്യാനിരുത്തി. ഇവിടെ ഒരു 1-2 മണിക്കൂർ ഞാനിരുന്നു. 2:45 വന്ന ഞാൻ രാത്രി 9 മണിയായപ്പോഴാണ് ഇവിടുന്ന് പോയത്. അത്രയും ടൈം ഞാനവിടെ വെയിറ്റ് ചെയ്തു. ഇരുന്ന് നമ്മുടെ വേരുറയ്ക്കും. സോ അത്യാവശ്യം സമയമുള്ളപ്പോൾ മാത്രം ഇതുപോലുള്ള പരിപാടിക്ക് പോവുക. ആദ്യമേ ഒരു ഷാമ്പൂവും കണ്ടീഷണറും ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തു. അതിനുശേഷം ബ്ലോ ഡ്രൈ ആണ് ചെയ്തത്. ബ്ലോ ഡ്രൈ മീൻസ് ടിപ്പിക്കൽ ബ്ലോ ഡ്രൈ അല്ല. ഹെയർ ഒരു സെമി ടച്ചിൽ ഉണങ്ങിയതിന് ശേഷം, അതായത് ഉള്ളിൽ കുറച്ച് നനവും പുറത്ത് കുറച്ച് ഡ്രൈ ആയതിനു ശേഷം ഇവരൊരു ക്രീം അപ്ലൈ ചെയ്ത് അതിനൊരു 45 to 1 മണിക്കൂർ എടുത്തു. എൻ്റെ ഹെയർ കേളി പ്ലസ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഇവർക്ക് ലെങ്തിലേക്ക് വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ റൂട്ടിൽ ഇവർ കുറച്ചധികം കഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ബാക്ക് സൈഡൊന്നും എൻ്റെ ഹെയറിന് നീളമില്ല, കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട്. എങ്ങനെയൊക്കെയോ ഞാൻ അവരെ സമ്മതിച്ചു കൊടുത്തു. കാരണം എനിക്ക് എൻ്റെ ഹെയറിൽ ചെയ്യുമ്പോഴത്തേക്കിനും എനിക്കറിയാമല്ലോ. സോ അത്യാവശ്യം നല്ല രീതിയിൽ അവർ എഫേർട്ട് ഇട്ടിട്ടാണ് പ്രത്യേകിച്ച് എനിക്ക് ഇപ്പം ഈ ചെയ്തു തന്നെ രാജ എന്ന് പറഞ്ഞു. ഇയാളുടെ പേര് രാജ എന്നാണ്. അദ്ദേഹം എനിക്ക് വളരെ നല്ല രീതിയിലാണ് എന്നെ കംഫർട്ടബിളാക്കി ചെയ്തു തന്നുകൊണ്ടിരുന്നത്. കുറച്ചധികം ഞാൻ ഇരിക്കേണ്ടി വന്നു, അത് വേറൊരു കാര്യം. അവിടെ അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് ഒരു 3-4 മണിക്കൂർ വേണമല്ലോ. അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാതെയും കൂടിയാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ കയറിയിരുന്നത്. ഞാൻ ഹോസ്റ്റലിലേക്കും പോയില്ലായിരുന്നു. എനിക്ക് 2 ഗ്ലാസ് ജ്യൂസും അതുപോലെ തന്നെ വെള്ളവും അവർ കഴിക്കാനൊരു ബോക്സും തന്നിട്ട് പോലും നമ്മൾ കഴിക്കുന്ന സമയം മാറി കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വിശപ്പ് മാറുന്നതേ ഇല്ലായിരുന്നു. ഞാൻ ഇപ്പം തീരും എന്ന് വിചാരിച്ചിട്ട് ഇത് തീരുന്നേ ഇല്ല. അതായത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ശേഷം വന്നവരെല്ലാം പോകുന്നുണ്ട്. എന്നെ മാത്രം ആരും വിളിക്കുന്നില്ല. ഈ ക്യാപ്പിട്ട് ഞാനൊരു എത്ര സമയം ഇരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു 1.5 മണിക്കൂർ ഇരുന്നു. അതായത് 90 മിനിറ്റാണ്, 90 to 120 മിനിറ്റാണ് ഇതിന് പറയുന്നത്. അത്രയും സമയം ഇരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബോക്സ്. സാധാരണ ഞാൻ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ കഴിക്കാറില്ലാത്തതാണ്. പക്ഷേ ഇത് ഞാൻ ഫുള്ള് കഴിച്ചു വിശന്നിട്ട്. ഇത് ഫസ്റ്റ് റൗണ്ട് വാഷ് കഴിഞ്ഞപ്പോഴത്തേക്കിനുള്ള എൻ്റെ ഒരു ലുക്കാണിത്. ഈ വാഷ് കഴിയുമ്പോഴത്തേക്കിനും എൻ്റെ താരനൊക്കെ ഇളകിപ്പോയതുപോലെ എനിക്കൊരു തോന്നലുണ്ട്. ഇത്രയും സമയം തലയിൽ ക്രീം ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഇവിടെ വരുന്നതിന് മുമ്പേ താരൻ്റെ നല്ലൊരു പ്രശ്നം എനിക്ക് തലയിൽ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പം എനിക്കതങ്ങ് തോന്നുന്നതേ ഇല്ലായിരുന്നു ഈ ഇരുന്ന സമയത്ത്. പിന്നെ എന്തൊക്കെയോ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് MKയുടെ പ്രൊഡക്ട്സാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. MK ആണ്, വേറൊരു ബ്രാൻഡാണ്. ഞാൻ ആ ബ്രാൻഡ് ഓർക്കുവാണെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഒന്നാണ് ഞാൻ പ്രൊഡക്ട്സൊക്കെ ഓൾറെഡി വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ വന്ന് അപ്പോയിൻമെൻ്റ് എടുത്തത്. എഗെയിൻ ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് ഈ കുട്ടി വന്നു. 1-2 പേരും കൂടെ കൂടിയെന്നാണ് ബ്ലോ ഡ്രൈ ചെയ്തത് എൻ്റെ ഹെയർ. ഈ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം ഇവർ സ്ട്രെയിറ്റനിങ്ങിനിറങ്ങി. ഈശ്വരാ, എനിക്കറിയില്ല എത്ര സമയം, 2-2.5 മണിക്കൂർ എടുത്തു എൻ്റെ ഇത്രയും ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് ഇവരെടുക്കാനായിട്ട്. ഈ
ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് പിന്നെയും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം ആളവിടെ എടുത്ത എഫേർട്ട് എന്താണെന്നുള്ളത്. അതായത് അപ്പുറേ നിൽക്കുന്ന കുട്ടി ചെയ്തിട്ട് പോയിട്ട് ആൾക്കൊരു സാറ്റിസ്ഫൈ ഇല്ലാഞ്ഞിട്ട് പുള്ളി തന്നെ ഒന്നുകൂടെ എൻ്റെ ഹെയർ ചെയ്തു. സോ എനിക്ക് കണ്ടപ്പോൾ അതായത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ ഹെയർ ഇപ്പം ഇത്രയും മോശമായി. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഞാൻ ചെയ്ത് ഇത്രയും നാൾ, അതായത് എനിക്കൊരു മാസത്തെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഞാൻ ഇടാമല്ലോ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ 2 മണിക്കൂറത്തെ സ്ട്രെയിറ്റനിങ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തീർന്നോ എന്നുള്ളത്. അങ്ങനെയല്ല, ഇവർ പിന്നെയും കൊണ്ട് എന്നെ വാഷ് കഴിഞ്ഞപ്പോഴത്തേക്കിനും എഗെയിൻ സെയിം പ്രോസസ്സ്, ബ്ലോ ഡ്രൈ. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു ഇനി സ്ട്രെയിറ്റനിങ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് കോട്ടൻ്റെ ഒരു ഡ്രസ്സായിരുന്നു. ഇതിൻ്റെ ആ കെമിക്കലിൻ്റെ കൂടുതൽ കൊണ്ടാണെന്ന് തോന്നുന്നു ആ ഡ്രസ്സിൻ്റെ കളർ വരെ ഇളകിപ്പോയി. ഞാനിപ്പം ബാക്ക് സൈഡിൽ നിന്നുള്ള ഫോട്ടോ ഇടുമ്പോഴത്തേക്കിനും ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബാക്ക് സൈഡ് കുറച്ച് നനഞ്ഞ പോലെ ഇരിപ്പുണ്ട്. ആ സൈഡിലെ കളർ കംപ്ലീറ്റ്ലി പോയി. ഇതാണ് എൻ്റെ ബൊട്ടോക്സ് ജേർണി. ഞാൻ ബൊട്ടോക്സ് ചെയ്ത് ഒരു 1 മന്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞത്. എനിക്ക് ഇത് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഹെയർ ലോസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് നോർമലി ഉള്ള പോലെ തന്നെയുള്ള ഹെയർ ലോസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഇഷ്യൂസും ഉണ്ട്. അല്ലാതെ ഇത് ചെയ്തുകൊണ്ടുള്ളൊരു ഹെയർ ലോസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ ഇതാണ് എൻ്റെ ബൊട്ടോക്സ് എക്സ്പീരിയൻസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമായെങ്കിൽ പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ബൈ.